എപ്പിസോഡ് ഓപ്പണിംഗ് സീനില് ആ ഡോഫ്ലമിംഗോ അവനാണെങ്കിൽ സ്മോക്കറിനെ തല്ലി തല്ലി ഒരു ഭാഗത്ത് ഇട്ടിരിക്കുകയാണ്. എന്നിട്ട് വീണ്ടും അവനെ ഇട്ടിക്കാനായിട്ട് കൈ ചുരുട്ടി ആഞ്ഞടുക്കും. അപ്പോഴായിരിക്കും അവക്കിജി അവിടേക്ക് ചാടി വീഴുക. ആ ഒരു വലിയ യുദ്ധത്തിന് ശേഷം അവക്കിജി എവിടെയായിരുന്നു എന്ന് ആർക്കും അറിയില്ല. ഡോഫ്ലമിംഗോയും ചുറ്റും ഉണ്ടായിരുന്ന സോൾജിയേഴ്സും എന്തിന് സ്മോക്കർ പോലും അവക്കിജിയെ കണ്ട് ഷോക്കാവും. അവക്കിജി എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപേ സ്മോക്കറിനെ കൊല്ലണമെന്ന് പറഞ്ഞ് ഡോഫ്ലമിംഗോ അവന്റെ കൈ ചുരുട്ടി ആഞ്ഞെട്ടിക്കാനായിട്ട് വരും. പക്ഷെ അപ്പോഴേക്കും അവക്കിജി അവന്റെ പവർ ഉപയോഗിച്ച് ഡോഫ്ലമിംഗോയെ ഫ്രീസ് ചെയ്യാണ്. ഡോഫ്ലമിംഗോയ്ക്ക് ആണെങ്കിൽ എങ്ങനെയെങ്കിലും സ്മോക്കറിനെ കൊല്ലണം, അല്ലെങ്കിൽ എല്ലാ സത്യവും സ്മോക്കർ നേവി ഹെഡ്ക്വാർട്ടേഴ്സിൽ കറക്റ്റായിട്ട് അറിയിക്കും. പക്ഷെ അവനെ കൊല്ലണമെങ്കിൽ ആദ്യം ഈ അവക്കിജിയെ തകർക്കണം. അടുത്ത നിമിഷം ഡോഫ്ലമിംഗോ അവൻ അങ്ങനെ സ്റ്റൈലായിട്ട് ടേൺ ചെയ്ത് ഇപ്പോ അവക്കിജിക്ക് മുൻപിലേക്ക് നടന്നു വരും. അതിനുശേഷം അവക്കിജി ഒന്നും ചെയ്യാതെ മുൻപോട്ടേക്ക് നടന്നു പോവാണ്. എനിക്ക് നീയുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ യാതൊരു ഇൻട്രസ്റ്റും ഇല്ല. ഓക്കെ, നിന്റെ കറന്റ് സ്റ്റാറ്റസ് എന്താ? നീ നേവിയിൽ നിന്ന് പോയിട്ട് പിന്നീട് എവിടെയായിരുന്നു? അതിന് അവക്കിജി ആണെങ്കിൽ പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയില്ല. അവൻ സ്ട്രെയിറ്റ് ആയിട്ട് സ്മോക്കറിന്റെ അടുത്തേക്ക് വന്ന് അവനെ താങ്ങിയെടുക്കുകയാണ്. അതിനുശേഷം ആ നേവി സോൾജിയേഴ്സിനോട് സ്മോക്കറിന് ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് പറയും. ഇവിടെ ഡോഫ്ലമിംഗോ അവന്റെ രണ്ട് വില്ലന്മാരുമായിട്ട് അവളൊന്ന് ഫ്ലൈ ചെയ്ത് ദൂരേക്ക് പോകും. അവക്കിജി പറയും, ഞാൻ ആക്ച്വലി ഇപ്പൊ ഒരു ഫ്രീ ബേർഡാണ്. സത്യം പറഞ്ഞ നേവിന്ന് വിട്ടുപോയപ്പോഴാണ് എനിക്ക് എന്റെ സ്വാതന്ത്ര്യം അതെന്താണെന്ന് മനസ്സിലായതും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റിയതും. സ്മോക്കറിനാണെങ്കിൽ ഭയങ്കര ഡൗട്ട്. അതിരിക്കട്ടെ, നിങ്ങളെങ്ങനെ ഞാനിവിടെ ഉണ്ടെന്ന് കണ്ടുപിടിച്ചു? അതിനവൻ പറയും, നിന്നെ സേവ് ചെയ്യാനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ഞാൻ വന്നതുകൊണ്ടല്ലേ നീ ഇപ്പൊ രക്ഷപ്പെട്ടെ. പക്ഷെ സ്മോക്കറിന് മനസ്സിലാവും അവന് അണ്ടർവേൾഡ് കമ്മ്യൂണിറ്റിയുമായിട്ട് എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. എന്തോ ഒന്ന് കണ്ടുപിടിക്കാനാണ് ഇവിടേക്ക് വന്നത്. ആ ഘട്ടത്തിലാണ് എന്റെ അവസ്ഥ കണ്ടതും ഇവൻ എന്നെ രക്ഷിച്ചതും. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് അവക്കിജിയുടെ അസിസ്റ്റന്റ് അതാണെങ്കിൽ അവിടെ ഇരുന്ന് ഉറക്കം തൂങ്ങാണ്. സ്മോക്കർ പറയും, തീർച്ചയായിട്ടും ഡോഫ്ലമിംഗോയുടെ മേലെ നിങ്ങൾക്കൊരു കണ്ണ് വേണം. അവനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അതെത്രയും വേഗം നേവിയിൽ അറിയിക്കണം. അവനൊരു വയർലോഡാണ്, മാത്രമല്ല ടെസ്റോസയുടെ കിങ് ആണ്. അവനൊരു അൺയൂഷ്വൽ പൈററ്റാണ്. സോ വളരെയധികം ശ്രദ്ധിച്ചു വേണം അവനെ ഫോളോ ചെയ്യാൻ. പക്ഷെ അവൻ ഒരിക്കലും ആ സ്നേക് പ്രിൻസസിനെ പോലെയല്ല. അവൻ വളരെ ബാഡാണ്. സോ എത്രയും വേഗം ബാക്കിയുള്ള അഡ്മിറൽസിനെ ഇത് അറിയിക്കണം. ആ നേവി ഹെഡ്ക്വാർട്ടേഴ്സ് അത് തകർക്കാനും കൈയടക്കാനുമാണ് എന്റെ ശ്രമമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് അവക്കിജി അവനാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും മിണ്ടാതെ ഇപ്പോ ആ നേവി സോൾജിയേഴ്സിനോട് അവക്കിജിയെ കണ്ട കാര്യവും ഇവിടെ നടന്ന കാര്യങ്ങളും അതാരോടും ഷെയർ ചെയ്യാൻ പാടില്ല എന്നൊരു താക്കീത് കൊടുക്കും. അപ്പൊ ആ മണ്ടൻ G5 സോൾജിയേഴ്സ് അവർ വിളിച്ചു പറയും, ഒരിക്കലുമില്ല, ഞങ്ങൾ ഒരു കാര്യങ്ങളും ആരോടും പറയില്ല. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇവിടെ ട്രഫാൽഗർ ലോയെ കാണിക്കും. അവനാണെങ്കിൽ ഡോഫ്ലമിംഗോയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാണ്. അവനൊരു അണ്ടർവേൾഡ് ബിസിനസ് മാൻ ആണ്. അവന് അണ്ടർവേൾഡിലുള്ള ഒരുപാട് വലിയ വലിയ പ്രമുഖന്മാരുമായിട്ട് കണക്ഷൻ ഉണ്ട്. അവൻ വളരെ ടെററാണ്. ബിസിനസ്സിൽ എന്തെങ്കിലും ഒരു ചീറ്റിംഗ് സംഭവിച്ചാൽ അപ്പൊ തന്നെ പ്രതികരിക്കും. അതും വളരെ മോശമായിട്ടുള്ള രീതിയിലായിരിക്കും അവൻ പ്രതികരിക്കുക. സോ ഇപ്പൊ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ആ കൈഡോയെയാണ്. അവനെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത് പറയും. അവര് കൈഡോയെ കുറിച്ച് പറയേണ്ട താമസം ഇവിടെ സാമുറായും ആളുടെ മകൻ മൊമന്റോസ്കിയും അവർ രണ്ടുപേരും പേടിച്ച് നിലവിളിക്കുകയാണ്. ആ ഒരു നിലവിളിയിൽ മൊമന്റോസ്കി വീണ്ടും ഡ്രാഗനായി മാറും. സാമുറായി ആ ഡ്രാഗനെ കണ്ട് വീണ്ടും ഞെട്ടി അലറി വിളിക്കുകയാണ്, ഇവിടെ എന്റെ മകൻ മൊമന്റോസ്കി ഉണ്ടായിരുന്നു, ഇവിടെ കാണാനില്ല. അതിനു പകരം ഒരു ഡ്രാഗനാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ ആൾക്കാർ പറയും, നീ ഇത്രയും വലിയ മണ്ടനാണോ? ഡ്രാഗനാണ് നിന്റെ മകൻ എന്നുള്ള കാര്യം നിനക്കറിയില്ലേ? അവനാണെങ്കിൽ അത് വിശ്വസിക്കാനായിട്ട് കഴിയില്ല. നിങ്ങൾ എന്തായി പറയണേ? മകൻ അവൻ ഡ്രാഗനായി മാറിയെന്നോ? ആക്ച്വലി മൊമന്റോസ്കി അവൻ ഷോക്ക് ആവുമ്പോഴാണ് ഡ്രാഗൻ ഫേസിലേക്കും നോർമൽ ഫേസിലേക്കും മാറി മാറി വരിക. സോ ഇനിയൊരു ഷോക്ക് ഉണ്ടായെങ്കിൽ മാത്രമേ അവന് അവന്റെ പഴയ ഷേപ്പിലേക്ക് വരാൻ പറ്റൂ. ട്രഫാൽഗർ ലോ ആണെങ്കിൽ വീണ്ടും പറയും, നമുക്ക് ആദ്യം ആ കൈഡോയെ തകർക്കുന്നതിന് മുൻപ് അവന്റെ അസിസ്റ്റൻസിനെ അവരെ വേണം തളർത്താനായിട്ട്. ജോക്കറിന്റെ കയ്യിൽ നിന്ന് ആ ഒരു മാൻമെയ്ഡ് ഡ്രാഗൺ ഫ്രൂട്ട്സ് അത് മുഴുവൻ വാങ്ങി കൈഡോയും അവന്റെ അസിസ്റ്റൻസും ചേർന്നാണ്. കൈഡോയുടെ കയ്യില് 500 ഡെവൽ ഫ്രൂട്ടുകളിലധികം കഴിച്ചവര് വരെ ഉണ്ട്. അപ്പൊ ആണെങ്കിൽ ട്രഫാൽഗർ ലോ പറയുന്ന എല്ലാം കേട്ട് ഷോക്കാവും. നീ എന്തായി പറയണേ? മാൻമെയ്ഡ് ഡെവൽ ഫ്രൂട്ടോ? അങ്ങനെ ഒന്ന് ശരിക്കും ഉണ്ടോ എന്ന് ചോദിച്ച് അവൻ വണ്ടടിച്ചിരിക്കുകയാണ്. ഒസോപ്പ് കൈ ഉയർത്തും. ആർക്കൊക്കെയാണ് അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തത്? അതിന് ബ്രൂക്ക്, ചോപ്പർ, നാമി, സോപ്പ് ഇവർ 4 പേര് കൈ ഉയർത്തും. ബാക്കി ആരും തന്നെ കൈ ഉയർത്തില്ല. ആണെങ്കിൽ ഇപ്പൊ സീസറിനെ ചൂണ്ടിക്കാണിക്കും. ആക്ച്വലി ഇവൻ ആ വേഗ് ഓഫ് പങ്കിന്റെ മെറ്റീരിയൽസും ഐഡിയാസ് ഒക്കെ ഉപയോഗിച്ചാണ് ആ ഡെവൽ ഫ്രൂട്ട് മുഴുവൻ തന്നെ കണ്ടുപിടിച്ചത്. നമ്മളിപ്പോ തകർത്ത് കളഞ്ഞത് ആ സാഡ് ഫാക്ടറി ആണ്. സാഡ് പോലെ തന്നെ സ്മൈൽ എന്ന് പേരുള്ള മറ്റൊരു ഫാക്ടറി ഉണ്ട്. അത് ആ ഡെസ്റ്ററോസയിലാണ് ഉള്ളത്. അവിടേക്ക് പോയി അതും നമുക്ക് തകർക്കണം. ഇവിടെ സീസർ ആണെങ്കിൽ നമ്മുടെ ആൾക്കാരെ വെല്ലുവിളിക്കും. കേട്ട സാഞ്ചി അവൻ ചാടി വന്ന് അവന്റെ മുഖത്ത് ആഞ്ഞടിക്കും. ഇവിടെ ആ സാമുറായി പറയും, എനിക്കും പോവേണ്ടത് അതേ സ്ഥലത്തേക്ക് തന്നെയാണ്. എന്റെ ഒരു
കോമ്പനന്റിനെ ആ ഐലാൻഡിലാണ് പിടിച്ചു വെച്ചിരിക്കുന്നത്. എനിക്ക് അവനെ എങ്ങനെയെങ്കിലും മോചിപ്പിക്കണം. ഒരു കാഷ്വലായിട്ട് സംസാരിക്കുമ്പോഴായിരിക്കും ഇപ്പൊ ഒരു ഐസ് കട്ട അവരുടെ കപ്പലിലേക്ക് വന്ന് വീഴുക. എല്ലാവരും ഷോക്കായിട്ട് മുകളിലേക്ക് നോക്കും. ആകാശം മുഴുവൻ ഇപ്പൊ ഞൊടിയടയില് കറുത്ത മേഘങ്ങളാൽ ആവരണമാകപ്പെടുകയാണ്. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ എന്താ സംഭവിക്കണേന്ന് മനസ്സിലാവില്ല. നാമിയാണെങ്കിൽ ഓടി വന്ന് ആ റോപ്പിലൊക്കെ പിടിച്ച് മുകളിലേക്ക് കയറുകയാണ്. അതിനുശേഷം ഫ്രാങ്കിയോട് പറയും, വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം, സോ ബൂസ്റ്റർ യൂസ് ചെയ്യാൻ നീ തയ്യാറായിട്ട് നിൽക്കണം. നാമിയാണെങ്കിൽ മുകളിൽ കയറി ചുറ്റും നോക്കും. അവിടെ മുഴുവൻ മേഘത്തില് കവറായി കിടക്കുകയാണ്. ഒരേ ഒരു ഭാഗം മാത്രമാണ് നോർമലായിട്ട് അവൾക്ക് കാണാൻ സാധിക്കുക. ഇനി ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ വലിയ അപകടത്തിൽ ചെന്നുപെടും. സോ എത്രയും വേഗം ഭാഗത്തേക്ക് പോയി നമ്മൾ രക്ഷപ്പെടണമെന്ന് അവൾ പറയും. നമ്മുടെ ആൾക്കാർ കപ്പല് അവിടേക്ക് കുതിച്ചു പായിപ്പിക്കാൻ ശ്രമിക്കും. അപ്പൊ കറക്റ്റ് സമയത്ത് വലിയ മഞ്ഞിന്റെ കട്ട അതിപ്പോ കപ്പലിനെ ലക്ഷ്യമാക്കി വരികയാണ്. അത് കപ്പലിലേക്ക് വീണാൽ തീർച്ചയായിട്ടും കപ്പല് തവിട് പൊടിയാവും. സീസർ ആണെങ്കിൽ പേടിച്ച് നിലവിളിക്കും, നോ, നമ്മളിപ്പോ തവിട് പൊടിയാവും. അടുത്ത സെക്കൻഡ് ഫ്രാങ്കി അവൻ ബൂസ്റ്റർ പവർ ഉപയോഗിച്ച് ഫ്ലൈ ചെയ്യിപ്പിച്ച് ഇപ്പൊ നാമി പറഞ്ഞ സ്ഥലം ലക്ഷ്യമാക്കി കുതിച്ചു പായാണ്. സാമുറായിക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം. ആളാണെങ്കിൽ ആയിട്ടാണ് ഒരു കപ്പൽ ഫ്ലൈ ചെയ്യുന്നത് കാണുന്നത്. ആളിപ്പോ ആളുടെ മകൻ മൊമന്റോസ്കെ കെട്ടിപ്പിടിച്ച് അങ്ങനെ ഇരിക്കും. ബസ് കട്ടകളാണെങ്കിൽ അറിഞ്ഞ പുറഞ്ഞ് വീണുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മുടെ ആൾക്കാർ ഞൊടിയടയില് നാമി കാണിച്ചു കൊടുത്ത ആ പാത്തിലൂടെ ഇപ്പൊ പുറത്തേക്ക് സേഫ് ആയിട്ട് വരും. മൊമന്റോസ്കെ ആണെങ്കിൽ ആ ഷോക്കില് ഇപ്പൊ വീണ്ടും നോർമലായി തീരുകയാണ്. നാമി ആണെങ്കിൽ മൊമന്റോസ്കെ വിളിച്ച് ഇപ്പൊ അവിടെ മുഴുവൻ ചുറ്റി കാണിച്ചു കൊടുക്കും. ആദ്യം കപ്പലിലുള്ള ആ വലിയ അക്വേറിയവും അതിലുള്ള ഫിഷുകളെയൊക്കെ അവന് കാണിച്ചു കൊടുക്കും. അതിനുശേഷം റോബിന്റെ ലൈബ്രറിയും അവിടെയുള്ള ബുക്സ് ഒക്കെ കണ്ട് അവൻ അതിൽ ഇഷ്ടപ്പെട്ട ബുക്സ് ഒക്കെ സെലക്ട് ചെയ്ത് വായിക്കും. പിന്നീട് സാഞ്ചിയുടെ സെക്ഷൻ കിച്ചൺ, അവിടേക്ക് വന്ന് ഇഷ്ടം പോലെ ഫുഡൊക്കെ കഴിച്ച് അവസാനമായി ഡോക്ടർ ചോപ്പറിന്റെ ക്ലിനിക്കിലേക്ക് വരും. അവിടെ ചോപ്പർ ആണെങ്കിൽ ഓരോ മെഡിസിൻസ് ഒക്കെ അവൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണ്. അവിടെ അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് നൈറ്റ് ആവുമ്പോ ചോപ്പറും ഉസോപ്പും അവരാണെങ്കിൽ ഡ്രസ്സൊക്കെ ഇട്ട് രാജാവും ബാഡനും കളിയൊക്കെ കളിക്കുകയാണ്. ഉസോപ്പ് ആണെങ്കിൽ ട്രഫാർഗറിലോട് ചോദിക്കും, വില്ലന്മാർക്ക് ഇനി ഞങ്ങളെ തിരിച്ചറിയാൻ പറ്റുമോ? ആക്ച്വലി ലോകത്ത് ഒരാളെ പോലെ 7 പേരില്ലേ, സോ ഞങ്ങൾക്ക് പകരം മറ്റാരെങ്കിലും അവർ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ എന്നിങ്ങനെ ഒരുപാട് മണ്ട ചോദ്യങ്ങൾ അവൻ ചോദിക്കും. ഈ ആ ഡോഫ്ലമിംഗോയെ കുറിച്ച് പറഞ്ഞത് മുതൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര പേടിയാണ്. അവൻ എവിടേക്ക് വരുമോ, ഞങ്ങൾ എന്തെങ്കിലും ചെയ്യോ? ഫാർഗർലോ ആണെങ്കിൽ ഉസോപ്പിന്റെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാതെ കൂർക്കം വലിച്ചുറങ്ങുകയാണ്. മറ്റൊരു ഭാഗത്ത് ലൂഫിയും ചോപ്പറും ഇപ്പൊ അടിപൊളി ഗെറ്റപ്പില് ചൂണ്ടയിടുകയാണ്. ഇവിടെ സാമുറായി ആണെങ്കിൽ ഫയർ ഒക്കെ വരുന്ന രീതിയിൽ ആരുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. അവൻ ഫയർ വെച്ച് അറ്റാക്ക് ചെയ്യുന്നത് മറ്റാരെയുമല്ല, സാക്ഷാൽ സോറോയെയാണ്. അവർ രണ്ടുപേരും പൊരിഞ്ഞ അട്ടയിടി ബഹളം. അതിനിടയിൽ സാമുറായി ക്രിയേറ്റ് ചെയ്യുന്ന ഫയർ അത് മുഴുവൻ തെറിച്ചുപോയി കൊള്ളുന്നത് പാവം സീസറിന്റെ മേലെയാണ്. നാമിയാണെങ്കിൽ ദേഷ്യപ്പെടും, നിങ്ങൾ എന്തായി ചെയ്യണേ? ഇതുപോലെ ഫയർ വെച്ച് അറ്റാക്ക് ചെയ്താ തീർച്ചയായിട്ടും അത് ഈ കപ്പലിനെ ബാധിക്കില്ലേ? കപ്പലിൽ തീ പിടിച്ച് കപ്പൽ വേഗം നശിക്കും. സോ ഒരു കാരണവശാലും ഇവിടെ ഇതുപോലുള്ള ട്രെയിനിങ്ങും പ്രാക്ടീസും ഫൈറ്റും ഒന്നും വേണ്ട. ആക്ച്വലി സാമുറായി ആണെങ്കിൽ സോറോയുമായിട്ട് ട്രെയിനിങ് ചെയ്യാനല്ല ഫൈറ്റ് ചെയ്യുന്നത്. സോറോയുടെ കയ്യിലുള്ള ആ വാനോ കിങ്ഡത്തിലെ ലെജൻഡറി സ്ക്വാഡ് അത് കണ്ടിട്ടാണ് അവനുമായിട്ട് ഫൈറ്റ് ചെയ്യണേ. ആ സ്ക്വാഡ് അവിടുന്ന് കാണാതെ പോയെന്നാണ് ഞങ്ങൾ കരുതിയത്. പക്ഷെ നീ അത് മോഷ്ടിച്ചതാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. മര്യാദയ്ക്ക് അത് തിരികെ തരാൻ പറഞ്ഞ് സാമുറായി ആണെങ്കിൽ വീണ്ടും അറഞ്ചം പുറഞ്ചം ഇപ്പൊ സോറോയെ അറ്റാക്ക് ചെയ്യും. ഉടനെ സാഞ്ചി ആണെങ്കിൽ വിളിച്ചു ചോദിക്കും, ആർക്കെങ്കിലും വിശക്കുന്നുണ്ടോ? കഴിക്കാൻ എന്തെങ്കിലും വേണോ? അതിന് സാമുറായി അവൻ ഫൈറ്റ് ഒക്കെ നിർത്തിവെച്ച്, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്, എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ തരാൻ പറയും. മൊമന്റോസ്കെ എവിടെയെന്ന് സാഞ്ചി ചോദിക്കും. അതിനാള് പറയും, അവനെ കുളിപ്പിക്കാൻ റോബിൻ കൊണ്ടുപോയി. അവൻ 10 ദിവസമായി കുളിച്ചിട്ട്, സോ അവനെ ഒന്ന് ഫ്രഷ് ആക്കാൻ കൊണ്ടുപോയതാണ്. അത് കേൾക്കേണ്ട താമസം നമ്മുടെ ആമ്പിള്ളേര് അവളുടെ അടുത്തേക്ക് ഓടിയെത്തും. അവരാണെങ്കിൽ മൊമന്റോസ്കെയോട് ദേഷ്യപ്പെടും. അത് കേട്ട് നാമി മൊമന്റോസ്കെയെ ആശ്വസിപ്പിക്കുകയാണ്. കട്ട് ചെയ്ത ഇപ്പൊ ദൂരത്തായിട്ട് ആരോ ഒരാൾ അവൻ നമ്മുടെ ആൾക്കാരുടെ കപ്പലൊക്കെ കണ്ടുപിടിച്ച് ഇപ്പൊ ആർക്കോ ഇൻഫർമേഷൻ പാസ് ചെയ്യാണ്. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.